വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങിലാണ് ഇന്ന് സംബന്ധിക്കുന്നത്. കണ്ണമൂല വാർഡിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ CSR ഫണ്ട് ഉപയോഗിച്ച് ഏതാണ്ട് 3.25 ലക്ഷത്തിൻ്റെ CCTV ആണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ലക്ഷ്യം ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞു, രാത്രി കാലങ്ങളിൽ വേസ്റ്റ് ഒക്കെ കൊണ്ട് ഇടുന്നവരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. പക്ഷേ ഒരു കാര്യം ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്, ഇതിനെയും അതിജീവിക്കുന്ന ചില വില്ലന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. മുഖം തിരിച്ചറിയാത്ത രീതിയിൽ വന്ന വേസ്റ്റ് ഇടൽ ചിലപ്പോൾ ഇനിയും ഉണ്ടാകും. അപ്പോൾ അതിനുള്ള കരുതൽ കൂടെ ഉണ്ടാകണം എന്നാണ് ആമുഖമായി പറയാനുള്ളത്. ഇവിടെ നമ്മുടെ നഗരം മാത്രമല്ല, കേരളം മൊത്തം നേരിടുന്നൊരു പ്രധാന പ്രശ്നം മാലിന്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ ഞാൻ 1970-കളിലൊക്കെ ഒരു വിദ്യാർത്ഥിയായി തിരുവനന്തപുരത്ത് വരുമ്പോൾ അന്ന് പാർവതി പുത്തനാറിലൊക്കെ ആളുകൾ മുങ്ങിക്കുളിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അവിടെ കുളിക്കാൻ പോയാൽ എന്താണ് അവസ്ഥ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള പല നമ്മുടെ സ്രോതസ്സുകളും ഇന്ന് മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ദൗർഭാഗ്യവശാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എത്ര ശ്രമിച്ചാലും ഒരു മാലിന്യ സംസ്കരണ യൂണിറ്റ് പോലും സ്ഥാപിക്കാൻ ഇന്ന് പ്രാദേശികമായിട്ടുള്ള എതിർപ്പുകൾ കാരണം കഴിയുന്നില്ല. ഞാനിവിടെ മുമ്പ് നിങ്ങളുടെ MLA ആയിരുന്ന സമയത്ത് ആകെ എനിക്ക് ചെലവഴിക്കാൻ കഴിയാതിരുന്ന ഒരു MLA ഫണ്ടെന്ന് പറയുന്നത് ഈ മാലിന്യ പ്ലാന്റായിരുന്നു. ഒരു പ്ലാന്റ് സ്ഥാപിക്കാൻ ചെന്നാൽ എതിർപ്പാണ്. എന്നാൽ രാത്രി കാലങ്ങളിൽ അടുത്ത വീട്ടുകാരൻ്റെ അവിടെ വേസ്റ്റ് കൊണ്ടിടുന്ന കാര്യത്തിലും ആരും ഒട്ടും പുറകിലല്ല. ഇതിൻ്റെ ഒരു ദുരന്തം നമ്മൾ കുറേ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ, അതുപോലെ തന്നെ ഏറ്റവും കിഡ്നി രോഗികളുള്ളതും കേരളത്തിലാണ്? ഇതിൻ്റെയൊക്കെ ഒരു മൂല കാരണം എന്ന് പറയുന്നത് ഈ മാലിന്യങ്ങൾ തന്നെയാണ്. ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ വർഷം തുടങ്ങാൻ പോവുകയാണ്. വർഷകാലത്തിൻ്റെ ഏറ്റവും വലിയ എല്ലാ അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ മന്ത്രിയുടെ ചേംബറിൽ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ യോഗം വിളിച്ചു കൂട്ടി കുറേ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ രോഗം പണ്ട് കാരണവന്മാർ പറയും രോഗം വരുന്നതിനേക്കാളും നല്ല വരാതിരിക്കാൻ നോക്കുകയല്ലേ. പക്ഷേ ഇങ്ങനെയുള്ള മാലിന്യങ്ങൾ കൊണ്ട്, അതുപോലെ തന്നെ ക്ലീനിങ്ങും, ഇതൊക്കെ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തിയാൽ മാത്രമേ നമ്മുടെ രോഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിയൂ. ഇപ്പോൾ എലിപ്പനി, ഡെങ്കിപ്പനി, ഇതിന് പുറമെ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തു എന്ന് അഭിമാനിക്കുന്ന ക്ഷയം പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഇത്രയും കാലം മൂടി വച്ചിരിക്കുകയായിരുന്നു. നമ്മൾ വെറുതെ ഇല്ലാത്ത മേനി കാണിച്ചിട്ട് കാര്യമില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സാധാരണ ഇതൊക്കെ മന്ത്രിമാരും മൂടി വയ്ക്കാറുണ്ട്. പക്ഷേ ഞാൻ തുടക്കത്തിൽ പറയുകയാണ്, ഒരു രോഗവും പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ റിപ്പോർട്ടുകൾ വെച്ച് നോക്കിയാൽ. അതുപോലെ തന്നെ ഈ മാലിന്യം കലർന്ന തോടുകളിലൊക്കെ കുളിക്കുന്നതാണ് പലപ്പോഴും മസ്തിഷ്ക ജ്വരം. അതിപ്പോൾ കുറേ കൂടുതലാണ് നമുക്ക്. അതിൻ്റെ കാരണം കുട്ടികളൊക്കെ സ്വിമ്മിംഗ് പൂളിലൊക്കെ എല്ലായിടത്തും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ കർശന നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ക്ലോറിൻ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചിലർക്ക് ഇതിൻ്റെ സ്മെല്ല് പിടിക്കില്ല, അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾക്കും പ്രയാസം ഉണ്ടാകും, ക്ലോറിൻ ചവയ്ക്കുന്നു എന്ന് പറയും. പക്ഷേ അങ്ങനെ ക്ലീനിങ് നടത്തിയില്ലെങ്കിൽ ഈ രോഗങ്ങൾ എപ്പോഴാണ് കടന്നു പിടിക്കുക എന്നറിയില്ല. ഇതിന് പുറമെയാണ് മറ്റ് ചില രോഗങ്ങൾ കൂടെ അതിൻ്റെ മുൻകരുതൽ. ഇപ്പോൾ എബോള ഒരു പുതിയ രോഗം, പുതിയതല്ല, ഉഗാണ്ടയിലും ആസ്ട്രേലിയയിലൊക്കെ ഉള്ള കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഞങ്ങൾക്ക് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇതുവരെ വൈകിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, എവിടെയും ഇന്ത്യയിലെവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം കേരളത്തിൽ ഒരുപാട് നമ്മുടെ നാട്ടുകാർ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഈ വരുന്ന യാത്രക്കാരെ പരിശോധിക്കാൻ 4 വിമാനത്താവളത്തിലും സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സംശയം തോന്നിയാൽ അവരുടൻ തന്നെ മെഡിക്കൽ കോളേജുകളിൽ ഐസൊലേഷൻ വാർഡിലേക്ക്, അതിനുവേണ്ടി പ്രത്യേക ഐസൊലേഷൻ വാർഡ് ഇപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രോഗത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2-3 ദിവസം വലിയ കുഴപ്പമുണ്ടാവില്ല, ചുമയും ജലദോഷമൊക്കെ ആയിട്ടാണ് കാണുക. പക്ഷെ അത് പിന്നീട് 4-ാം ദിവസം മുതൽ രൂക്ഷമാവും. വയറിളക്കം, ഛർദി, വയറിളക്കം തന്നെ മറ്റേ രക്തം കലർന്നു പോവുക. അത് വന്നാൽ 12-ാം ദിവസം രോഗി മരണപ്പെടും. അതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്.
അപ്പോൾ അതനുസരിച്ച് വിദേശത്ത് നിന്ന് വരുന്നവർക്ക് പനിയോ ചുമയോ ഉണ്ടെങ്കിൽ അവരെ കൂടെ നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ 21 ദിവസം ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഈ രോഗങ്ങളുടെ എല്ലാം മൂലകാരണം മാലിന്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം മേയർ മുഖ്യമന്ത്രിയെയും ഞങ്ങളെയൊക്കെ സന്ദർശിച്ചിരുന്നു. അപ്പോൾ നഗരസഭയുമായി ചേർന്നുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ നഗരത്തിനെ ശുദ്ധീകരിക്കാനുള്ളൊരു മാസ്റ്റർ പ്ലാൻ, ഒന്ന് കുടിവെള്ളക്ഷാമം നമുക്ക് പരിഹരിക്കണം. നഗരത്തിൽ കുടിവെള്ളക്ഷാമമുണ്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഫ്ലാറ്റുകളുടെ എണ്ണം കൂടുകയാണ്. ജനങ്ങൾക്കൊരു സെക്യൂരിറ്റിക്ക് ജനങ്ങൾ ഇന്ന് ഇഷ്ടപ്പെടുന്നത് ഫ്ലാറ്റുകളാണ്. അത് നമ്മളിനി തടയാൻ നിന്നാലൊന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വെള്ളം എത്തിക്കുന്ന കാര്യത്തിൽ പഴയ പൈപ്പുകളാണ് പലയിടത്തും, പൈപ്പ് പൊട്ടും. അതുകൊണ്ട് പരസ്പരം ഇനി കുറ്റം പറയുന്ന ഏർപ്പാട് നിർത്തിക്കൊണ്ട് ഒരുമിച്ച് പോവുക. കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്ഥാപനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് വേണം ഈ പ്രയാസത്തിനെ അതിജീവിക്കാൻ. ഇപ്പോൾ ജനം നോക്കുന്ന റിസൾട്ടാണ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യങ് ജനറേഷൻ. പണ്ട് കാലത്ത് ചിലർ പറയും അയാൾ ജനിച്ച കാലം തൊട്ട് ഇന്ന പാർട്ടിക്കാരനാണ്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴത്തെ യങ് ജനറേഷൻ എന്ന് വെച്ചാൽ റിസൾട്ട് നോക്കി മാത്രം വോട്ട് ചെയ്യുന്നൊരു സമൂഹത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല. ഇനി പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നഗരത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ജനങ്ങളും അതിനോട് സഹകരിക്കണം. ഇതുപോലെ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിലൊക്കെ സഹകരിക്കുക. എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ മാലിന്യത്തിൻ്റെ കൂമ്പാരം ഉണ്ടാകുന്നതിനേക്കാളും നല്ലതല്ലേ ഒരു സംസ്കരണ യൂണിറ്റ് അവിടെ പ്രവർത്തിച്ചാൽ എന്താ കുഴപ്പം? മുമ്പ് വിളപ്പിൽശാല ഇതുപോലെ പൂട്ടി എല്ലാവരും കൂടെ പറഞ്ഞിട്ട്. അന്ന് ഞാൻ MLA ആണ്. അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ചേംബറിൽ യോഗം വിളിച്ചു. വിവിധ റെസിഡൻസ് അസോസിയേഷനുകൾ, ബുദ്ധിജീവികൾ, അങ്ങനെയുള്ളവരൊക്കെ വന്നു. എല്ലാവരും ഒറ്റയടിക്ക് പറഞ്ഞാൽ പൂട്ടിയേ തീരുന്നു. നിർദാക്ഷിണ്യം വന്ന അവസാനം സർക്കാർ കുറേയൊക്കെ പിടിച്ചു നിൽക്കാൻ നോക്കി. ഹൈക്കോടതി പറഞ്ഞു പൂട്ടാൻ പാടില്ല. ഞങ്ങൾ നോക്കിയപ്പോൾ അത് പൂട്ടുന്നതിന് എതിരായി നിന്നാൽ വെടിവെപ്പ് നടത്തേണ്ടി വരുന്നു പറഞ്ഞപ്പോൾ ശരി അങ്ങ് പൂട്ടിയപ്പോൾ എന്താ അവസ്ഥ? എത്ര കാലം ദുരിതമനുഭവിച്ചു, എന്തെല്ലാം പരീക്ഷണങ്ങൾ നമ്മൾ നടത്തി. മാത്രമല്ല ഇപ്പോൾ പഴയ അല്ലല്ലോ മാലിന്യ സംസ്കരണ യൂണിറ്റൊക്കെ, ആരും അറിയുന്നില്ല, ഒരു സ്മെല്ലും ഉണ്ടാവില്ല. ഇപ്പോൾ മുമ്പൊക്കെ ഒരു വീട്ടിലെ ശവസംസ്കാരം നടത്തിയാൽ അതിൻ്റെ ഗന്ധം എത്രയോ കിലോമീറ്റർ ഇന്ന് ആരെങ്കിലും അറിയോ? വീടിൻ്റെ നേരെ മുമ്പിൽ ശവസംസ്കാരം നടത്തിയാൽ പോലും അതിൻ്റെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഈ കാലത്തുണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാത്തിലും ഈ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് ജനങ്ങളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുക എന്നാണ് വകുപ്പിൻ്റെ ലക്ഷ്യം. ഞങ്ങളിപ്പോൾ ഒരു പരീക്ഷണാർത്ഥം, ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറയുന്നില്ല, മേയറോടും ഞാനൊരു സൂചന നൽകിയിട്ടുണ്ട്. അധികം ആവശ്യത്തിനുള്ള ക്ലീനിങ് സ്റ്റാഫിനെ നഗരസഭ വിട്ടു തന്നാൽ നമുക്ക് ആദ്യ പരീക്ഷണം ഇവിടുന്ന് തുടങ്ങാം. ആദ്യ പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഈ രോഗികളെ നിലത്ത് കിടത്തുന്ന സമ്പ്രദായം അവസാനിപ്പിച്ച് അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവർക്ക് അതേസമയത്ത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും രോഗികളെ പ്രവേശിപ്പിക്കാതെ അഭ്യാസം ഒപ്പിക്കുക. അങ്ങനെയല്ല. രോഗികളെ അവർക്ക് ബെഡ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. ഒരു 100ഓളം കിടക്കകൾ സജ്ജീകരിക്കാനാണ് ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം. മേയറും അവിടുത്തെ സ്ഥല MLA V മുരളീധരനാണ്. അപ്പോൾ ഇവരെയും കൂടെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു ഫംഗ്ഷൻ അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അത് സംഘടിപ്പിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. അതോടൊപ്പം മറ്റൊരു കാര്യം, ഇവിടുത്തെ ചാനലുകൾ ഒക്കെ ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. എന്തെങ്കിലും തെറ്റുകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഞങ്ങൾ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ചിലതൊക്കെ ഫേക്ക് ന്യൂസുകളാണ്. ഫേക്കായിട്ടുള്ള ദയവായിട്ട് പ്രചരിപ്പിക്കരുത്. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മൂടി വയ്ക്കാനും പാടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് ഒരു വാർത്ത കൊടുത്താൽ അത് ഫേക്ക്, അന്വേഷിക്കുമ്പോൾ ഫേക്ക് ന്യൂസായിട്ട് വരുന്നുണ്ട്. അതും കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വകുപ്പ് നേരെയായാലേ എനിക്കും നിങ്ങൾക്കും മെച്ചമുള്ളൂ. കാരണം നമുക്ക് രണ്ടുപേർക്കും വേണ്ട ആരോഗ്യമല്ലേ. എന്നാലല്ലേ MLAയും മന്ത്രിയും മേയറൊക്കെ ആവാൻ പറ്റുമോ? നമ്മൾ ജീവനോട് ഇരുന്നാലല്ലേ. അപ്പോൾ അതിന് നമ്മളെല്ലാവരും ഒരു കൂട്ടായ സഹകരണം വേണം. ഏതായാലും ഇത് നല്ലൊരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ബാങ്കുകളോടൊക്കെ ഞങ്ങൾക്കും പറയാനുണ്ട്, ഞങ്ങൾക്കും CSR ഫണ്ടൊക്കെ തന്നാൽ ആരോഗ്യവകുപ്പിനും വലിയ അനുഗ്രഹമാണ്. കാരണം എല്ലാവർക്കും രൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ്. അപ്പോൾ CSR ഫണ്ട് കൂടെ ഉപയോഗിച്ച് കുറേ ഡെവലപ്മെൻറ്റ് നടത്താനാണ് ആരോഗ്യവകുപ്പും തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം.
പിന്നെ ഇവിടുത്തെ പ്രാദേശിക പ്രശ്നങ്ങൾ റെസിഡൻസ് അസോസിയേഷൻകാർ സൂചിപ്പിച്ചു. ഞാനിപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ശാസ്ത്രമംഗലത്തെ ഒരു MLA ഓഫീസ് കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി മാത്രം തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉള്ളത്, ഈ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ആൾക്കാർ വരില്ല. അതാണ് നേരത്തെ കൗൺസിലർ പറഞ്ഞത്. അധികം വരുമ്പോൾ ഒരു 100-200 ആൾക്കാർ, ഈ പറഞ്ഞ പോലെ ഞങ്ങൾ 10 വർഷം പ്രതിവർഷത്തെ ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷവും പലപ്പോഴും ഉണ്ട്. പക്ഷേ അത് തന്നെ പോലത്തെ ഒരു പ്രയാസം എന്താ വെച്ചാൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. സെക്രട്ടറിയേൻ്റെ അകത്ത് പോലും ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രയാസമുണ്ട്. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യുവൻസിയുള്ളവരുടെ പരാതി പണ്ട് വന്നു കഴിഞ്ഞാൽ നേരിട്ട് അങ്ങ് കാണാമായിരുന്നു. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ട് പാടില്ലല്ലോ. കാരണം നിങ്ങൾ MLA ആക്കിയോണ്ടാണല്ലോ ഈ സ്ഥാനത്തൊക്കെ ഞാൻ എത്തിയത്. അല്ലെങ്കിൽ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കില്ലല്ലോ. അപ്പം അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കാര്യത്തിന് പ്രയോറിറ്റി ഉണ്ട്. കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി പ്രത്യേക ഓഫീസ് കോൺസ്റ്റിറ്റ്യുവൻസിക്കാരെ കാണാൻ വേണ്ടി മാത്രമുണ്ട്. അപ്പോൾ നമുക്ക് നിയോജകമണ്ഡലത്തിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഇതിൻ്റെ ഇടയ്ക്ക് അതും ചെയ്യുന്നുണ്ട്. മേയറെ തന്നെ 1-2 തവണ ഞാൻ വിളിച്ചു. അതനുസരിച്ച് തന്നെ അത് റിപ്ലൈയും തന്നു, നടപടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കുടുംബം പോലെ മുന്നോട്ട് പോകാം. രാഷ്ട്രീയം നമുക്ക് ഇലക്ഷൻ കാലത്ത് പറയാം, അതല്ലാതെ അല്ലെങ്കിൽ പൊതുയോഗത്തിൽ നമുക്ക് പറയാം. പക്ഷേ ഈ തമ്മിൽ കാരണം നിങ്ങൾക്ക് ദോഷമുണ്ടാവരുത്. അക്കാര്യത്തിൽ നല്ല ടീം ഇത്തവണ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ആണെങ്കിലും കോർപ്പറേഷൻ്റെ ആണെങ്കിലൊക്കെ നല്ലൊരു ടീമുണ്ട്. മുഖ്യമന്ത്രി അടുത്ത ദിവസം 26-ാം തീയതി പ്രധാനമന്ത്രിയെ കണ്ട് കേന്ദ്രത്തിൻ്റെ സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ CCTV ക്യാമറയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം.